ഹലോ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇതുപോലത്തെ ഒരു കുഞ്ഞ് സ്റ്റാർ ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ്. ഒരു 5 പോയിൻറ്റഡ് ചെറിയൊരു സ്റ്റാർ നിങ്ങളുടെ വേറെ ഏതെങ്കിലും പ്രോജക്ട്സിൽ നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യാനൊക്കെ പറ്റുന്ന പോലത്തെ ഒരു കുഞ്ഞ് സ്റ്റാർ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഇത് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 5-10 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്റ്റാറാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ വേണ്ടത്, ഞാനിവിടെ എടുത്തേക്കുന്നത് പ്രീമിയം അക്രിലിക് യാണാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള യാൺ എടുക്കാം. അതിനനുസരിച്ചുള്ള ഹുക്ക് സൈസ് എടുക്കുക. നമ്മൾ സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പോലെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു മാജിക് സർക്കിളാണ്. നമ്മുടെ ചൂണ്ടുവിരലിലും നടുവിരലിലും എക്സ് ഷേപ്പിൽ യാൺ ഇങ്ങനെ ചുറ്റിയിട്ട് ആ ഇൻ്റർസെക്ഷനിൽ കൈവച്ച് പിടിച്ച് ഹുക്ക് എടുത്ത് എക്സിൻ്റെ ആദ്യത്തെ സ്ട്രാൻഡിൻ്റെ അടിയിലൂടെ കയറ്റി അടുത്ത സ്ട്രാൻഡിൻ്റെ മേളിൽ കൂടെ വലിച്ചെടുക്കുക. വർക്കിംഗ് യാൺ പുറത്തേക്ക്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ കാണിക്കാം. വർക്കിംഗ് യാൺ എക്സ് ഷേപ്പിൽ 2 വിരലിൽ ചുറ്റിയിട്ട് ആദ്യത്തെ സ്ട്രാൻഡിൻ്റെ അടിയിലൂടെ ഹുക്ക് കയറ്റി വർക്കിംഗ് യാൺ മേളിൽ കൂടെ വലിച്ച് പുറത്തേക്ക് എടുക്കുക. ഇങ്ങനെയാണ് ഒരു മാജിക് സർക്കിൾ ഉണ്ടാക്കുന്നത്. ആ ടെയിലെൻഡ് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഈ മാജിക് സർക്കിൾ നമുക്ക് ചെറുതാക്കാം. അത്രയും വലിയ മാജിക് സർക്കിൾ നിങ്ങൾക്ക് വേണ്ടാന്നാണെങ്കിൽ ആ ടെയിലെൻഡ് പിടിച്ച് ചെറുതായിട്ട് പുറത്തേക്ക് വലിച്ചാൽ മതി. ഇനി നമുക്ക് ഈ മാജിക് സർക്കിൾ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെയിൻ ഇടാം. ചെയിൻ സ്റ്റിച്ച് ഇടേണ്ട അറിയാലോ. യാൺ ഓവർ, പുൾ ത്രൂ. ഈ പ്രൊജക്റ്റിന് വേണ്ടി നമുക്ക് 3 ചെയിനാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഇനി 2 ചെയിനും കൂടി ഇടാം. സെക്കൻഡ് ചെയിൻ, തേർഡ് ചെയിൻ. ഇപ്പം നമ്മൾ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഈ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഹുക്കിൽ നിന്നുള്ള 2ാമത്തെ സ്റ്റിച്ചിലാണ് നമ്മൾ ആദ്യം വർക്ക് ചെയ്യാൻ പോകുന്നത്. ഹുക്കിൽ നിന്നുള്ള ഫസ്റ്റ് ചെയിൻ അല്ല, സെക്കൻഡ് ചെയിനിനകത്ത് നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. വർക്കിംഗ് യാൺ പുറത്തേക്ക് വലിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പ് ഉണ്ടല്ലോ, അതിൽ 2ാമത്തെ ലൂപ്പിലൂടെ മാത്രം ഹുക്ക് ഒന്നും കൂടെ പുറത്തേക്ക് എടുക്കുക. ഇങ്ങനെയാണ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഹുക്കിൽ നിന്നുള്ള സെക്കൻഡ് സ്റ്റിച്ചിൽ നമ്മൾ വർക്ക് ചെയ്തു. ഇനി തേർഡ് സ്റ്റിച്ചിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാൻ യാൺ ഓവർ തേർഡ് സ്റ്റിച്ചിനകത്തൂടെ കയറ്റുക. വർക്കിംഗ് യാൺ ആ സ്റ്റിച്ചിനകത്തൂടെ പുറത്തേക്ക് എടുക്കുക. നമുക്ക് 3 ലൂപ്പുണ്ട്. യാൺ ഓവർ ചെയ്ത് 3 ലൂപ്പിലൂടെ ഒരുമിച്ച് ഹുക്ക് പുറത്തേക്ക് എടുക്കുക. ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി ഒരൊറ്റ സ്റ്റെപ്പും കൂടിയേ ഈ സ്റ്റാറിൻ്റെ പോയിൻറ്റിന് വേണ്ടി നമുക്ക് ബാക്കിയുള്ളൂ. മാജിക് സർക്കിളിനകത്തോട്ട് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. മാജിക് സർക്കിളിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് വർക്കിംഗ് യാൺ പുറത്തേക്ക് എടുക്കുക. ഹുക്കിൽ 2 ലൂപ്പ് കിട്ടി. സെക്കൻഡ് ലൂപ്പിലൂടെ മാത്രം ഹുക്ക് പുറത്തേക്ക് എടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, അതൊരു സ്റ്റാറിൻ്റെ ഒരു പോയിൻ്റ് ആയിട്ടുണ്ട്. ഇനി അതുപോലെ ഈ സെയിം പ്രൊസീജിയർ തന്നെ 5 പോയിൻ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. 1 2 3. ഇപ്പോൾ 3 ചെയിൻ സ്റ്റിച്ച് നമ്മൾ ചെയ്തു. സെക്കൻഡ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇൻസേർട്ട് ദ ഹുക്ക്. യാൺ പുറത്തേക്ക് പുൾ ഔട്ട് ചെയ്യുക. 2 ലൂപ്പ് കിട്ടി. സെക്കൻഡ് ലൂപ്പിലൂടെ മാത്രം ഹുക്ക് പുറത്തേക്ക് എടുക്കുക. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. ഇനി തേർഡ് ചെയിനിൽ ഹുക്കിൽ നിന്നുള്ള ലാസ്റ്റ് ചെയിനിൽ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ. യാൺ ഓവർ ഇൻസേർട്ട് ചെയ്യുക. വർക്കിംഗ് യാൺ പുറത്തേക്ക് എടുക്കുക. 3 ലൂപ്പ് കിട്ടി. യാൺ ഓവർ 3 ലൂപ്പിലൂടെ ഹുക്ക് പുറത്തേക്ക് എടുക്കുക. ഹാഫ് ഡബിൾ ക്രോഷ്യായി. ഇനി മാജിക് സർക്കിളിനകത്തേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇൻസേർട്ട് ദ ഹുക്ക്. വർക്കിംഗ് യാൺ പുറത്തേക്ക് വലിച്ചെടുക്കുക.
2 ലൂപ്പ് കിട്ടി ഹുക്കിൽ. സെക്കൻഡ് ലൂപ്പിലൂടെ മാത്രം പുറത്തേക്ക് എടുക്കുക. ഇപ്പം നമുക്ക് 2 പോയിൻ്റ് കിട്ടിയിട്ടുണ്ട്. 5 പോയിൻറ്റും ആയിട്ടുണ്ട്. ഇതുപോലെ ഇനി 3 പോയിൻറ്റും കൂടെ നമുക്ക് ചെയ്തെടുക്കാം. കുറച്ച് കൂടുതൽ ടൈലൻ്റ് എടുത്തിട്ട് ഒരു സിസർ വെച്ച് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പം 5 പോയിൻ്റ് ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ മാജിക് സർക്കിളിൻ്റെ വർക്ക്. നമ്മുടെ ടെയിലെൻഡ് നമ്മൾ വലിച്ചു മുറുക്കുക. അപ്പം നമ്മുടെ നടുക്കുള്ള ആ ഗ്യാപ്പ് ഇങ്ങനെ ക്ലോസായി വരും. ഇപ്പോൾ ഒരു സ്റ്റാർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലൂസായിട്ട് കിടക്കുന്ന 2 ടെയിലെൻഡും വർക്കിംഗാണ് നമ്മൾ കട്ട് ചെയ്തതും 2 ത്രെഡ് താഴോട്ട് കിടപ്പുണ്ടല്ലോ, അത് നമുക്കൊരു നീഡിൽ വെച്ച് ഹൈഡ് ചെയ്യാം. ഒരു നീഡിലിനകത്തേക്ക് നമ്മുടെ ത്രെഡ് കയറ്റിയതിന് ശേഷം ബാക്ക് സൈഡിൽ കുറച്ച് 3-4 സ്റ്റിച്ചിനകത്തൂടെ നമുക്ക് ത്രെഡ് കയറ്റി ഹൈഡ് ചെയ്യാം. 2 ത്രെഡും അതുപോലെ തന്നെ ചെയ്യണം. നമ്മുടെ ടെയിലെൻഡും വർക്കിംഗ് ആണും അതുപോലെ കുറച്ച് കപ്പിൾ ഓഫ് സ്റ്റിച്ചസിനകത്തൂടെ കയറ്റി ഹൈഡ് ചെയ്യണം. ദേ നമ്മുടെ സ്റ്റാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വേറൊരു പ്രൊജക്റ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.